അങ്ങനെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കണ്ടടേ. ഇത് തിയേറ്ററിൽ കാണണമെന്ന് അന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റാത്ത ഒരു പടമാണ്. OTTയിൽ ഇറങ്ങാൻ കാത്തിരുന്ന് അവസാനം ഇറങ്ങിയപ്പോൾ കണ്ടടേ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. കിടിലൻ സാധനമുണ്ട്. ഇത് നമ്മുടെ 90സിനൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീൽ കൊണ്ടുവരും. നമ്മുടെയൊക്കെ ആ സ്കൂൾ ലൈഫ്, ആ സ്കൂൾ കാലഘട്ടമൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നൈസ് ഒരു സാധനമായിരുന്നു ഇത്. പിന്നെ 90s കിഡ്സിന് മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് കൊമേഴ്ഷ്യൽ സ്റ്റൈലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. വെറും നൊസ്റ്റാൾജിക് മോഡിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മാസ് സീൻസും എല്ലാം ഇട്ട് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അതുപോലത്തെ ഒരു ലെവലിലാണ് എടുത്തിരിക്കുന്നത്. ഫീൽ ഗുഡിൽ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ചേർത്ത് മാസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പെട്ട പരിപാടി. നല്ല രസമുണ്ടായിരുന്ന ഒരു നൈസ് ഒരു സിമ്പിൾ പടമാണ്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല നല്ല രസമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്കൂളിലേക്ക് ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിഞ്ഞി മാഞ്ഞു പോവും ആ 2 മണിക്കൂറിൽ. കിടിലം. എടുത്തു പറയേണ്ടത് നമ്മുടെ അജു വർഗീസ്. പുള്ളിയുടെ ക്യാരക്ടർ ഈ പടത്തിൽ ഞെട്ടിച്ചളഞ്ഞ് കിടിലൻ സാധനമായിരുന്നു. ഇതുപോലെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല. വേറെ ലെവൽ സാധനമായിരുന്നു പുള്ളി ഇതിൽ കസറിയിട്ടുണ്ട്. ഇതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ പുള്ളി കിടിലമായിട്ട് ചെയ്യും. ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ നൈസ് ഒരു പടം.